ഇപ്പോൾ CPM നേതാവ് CS സുജാത നമ്മോടൊപ്പം ചേരുകയാണ്. CS സുജാത, നമുക്കറിയാം ഇവിടെ ആയാലും ഈ ഹരിയാനയിലായാലും അതുപോലെ ജമ്മു കാശ്മീരിലായാലും എല്ലാവരും ഉറ്റുനോക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന് എത്ര കണ്ട് മുന്നേറാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു ആത്മവിശ്വാസം പ്രതിപക്ഷത്തിനുണ്ടായിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ തന്നെ അടിസ്ഥാന വിഷയങ്ങൾ ഇപ്പോഴും ഭിന്നിപ്പ് തുടരുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ ജമ്മു കാശ്മീരിൽ CPMൻ്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമി അവിടെ മത്സരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മേൽക്കൈ, ഞങ്ങളുടെ അടിസ്ഥാന നയം എന്തെന്നാൽ പ്രത്യേക അവകാശം പുനഃസ്ഥാപിക്കണമെന്നതാണ്. അതേസമയം കോൺഗ്രസിന് വ്യത്യസ്തമായ നിലപാടാണ്. ഇതെങ്ങനെ യോജിച്ചു പോകാൻ സാധിക്കും? അല്പസമയത്തിനകം എന്തായാലും വോട്ടെണ്ണൽ ആരംഭിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ കാശ്മീരിൻ്റെ സംസ്ഥാനത്തിൻ്റെ പദവി എടുത്ത് കളഞ്ഞ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹരിയാനയിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി BJPക്കെതിരെ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത സുഹൃത്ത് ശ്രീ റോണി, അദ്ദേഹം അവിടുത്തെ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അതിലൊന്ന് രാജ്യത്തെ കൃഷിക്കാരുടെ പ്രശ്നം തന്നെയാണ്. ഹരിയാനയിലെ കൃഷിക്കാർ നടത്തിയ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം നമുക്കറിയാം. ആ പോരാട്ടം ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കും. അധികാരത്തിലിരിക്കുന്ന BJP ഗവൺമെൻറ് കൃഷിക്കാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. ഇപ്പോൾ അവർ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം NDA ഗവൺമെൻറ് വന്ന ഘട്ടത്തിലും അവരവതരിപ്പിച്ച ബഡ്ജറ്റ് നോക്കി കാർഷിക മേഖലയ്ക്ക് നീക്കി വച്ചിരുന്ന തുകയിൽ വലിയ വെട്ടിക്കുറവാണ് വരുത്തിയിട്ടുള്ളത്. കൃഷിക്കാർ വലിയ പ്രശ്നത്തിലാണ്. രണ്ടാമത് അവിടുത്തെ ഗുസ്തി താരങ്ങൾ ശരിക്കും രാജ്യത്തിൻ്റെ അഭിമാന ഭാജനങ്ങളായിരുന്ന അവർ നടത്തിയ ജന്തർ മന്തർ റോഡിൽ നടത്തിയ, അല്ലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങളൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പോൾ വിനോഷ് ഫോഗട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്ത് ശരിക്കും ഒളിമ്പിക്സിലടക്കം അരങ്ങേറിയത് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായി അവിടുത്തെ കായിക താരങ്ങൾ BJPക്കെതിരായി ശക്തമായി തന്നെ പ്രതികരിച്ചിട്ട്. കാരണം അതൊരു ചെറിയ ശക്തിയല്ല അവിടെ, അതൊരു വലിയ വികാരം തന്നെയാണ്. അത് കായിക മേഖലയും ഹരിയാനയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. മൂന്നാമത് ഈ പറഞ്ഞതുപോലെ ഏറ്റവും അധികം പട്ടാളക്കാർ വരുന്ന ഒരു സംസ്ഥാനം കൂടിയാണല്ലോ ഹരിയാന. അവരെ സംബന്ധിച്ച് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ അഗ്നിവീര് ഒരു താൽക്കാലിക, പട്ടാളത്തെപ്പോലും അവർ സ്വകാര്യവൽക്കരിച്ച് കഴിഞ്ഞില്ലേ. അതായത് ഒരു താൽക്കാലിക സംവിധാനം, പട്ടാളത്തിൽ ചേർന്നിട്ടുള്ള ആളുകൾ 4 വർഷം കഴിയുമ്പോൾ മടങ്ങി വരുന്ന അവരുടെ നല്ല പ്രായത്തിൽ, അതായത് ചെറിയ കുട്ടിയെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് പട്ടാളത്തിൽ ചേരുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് അവരുടെ ജീവിതം, അവർക്ക് പിന്നെ അവർ ഒന്നുമല്ലാതെ നിൽക്കുകയാണ്. അവർക്കൊരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ പിന്നെ അവർക്ക് അവസരമില്ല. സ്വാഭാവികമായിട്ടും അതെല്ലാം വലിയ ചർച്ച അവിടെ ഉയർന്നു വരികയാണ്. അപ്പോൾ കൃഷിക്കാർ, ചെറുപ്പക്കാർ, സ്ത്രീകൾ അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി BJPക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം 10 വർഷക്കാലത്തെ BJPയുടെ ഭരണം ആ നാടിന് കൊടുത്തത് എന്താണെന്ന് അവിടുത്തെ വോട്ടർമാർക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് BJPക്കെതിരായിരിക്കും എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളുടെയും പ്രവചനം. അത് ശരിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും വ്യത്യസ്തം ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുള്ള ഭിന്നിപ്പും എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. എന്തായാലും ഇപ്പോൾ ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നന്നായി തന്നെ വിലയിരുത്തുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിലും ഒരിക്കലും BJP ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. അവർക്കൊറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും, 400-ലധികം സീറ്റ് വാങ്ങി അവർ പാർലമെൻറ്റിൽ ആധിപത്യം സ്ഥാപിച്ച് ഭരണഘടനയെല്ലാം അട്ടിമറിക്കുമെന്നായിരുന്നല്ലോ അവരുടെ പ്രവചനം. അതിനെ ഇന്ത്യയിലെ ജനങ്ങൾ വളരെ ശക്തമായി തിരിച്ചടിച്ചു എന്ന പക്ഷക്കാരിയാണ് ഞാൻ. കാരണം ചെറിയൊരു ഡിഫറൻസിലാണ് ഇന്ന് ഇന്ത്യയിലെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിനും BJPക്കും തമ്മിലുള്ള ഒരു സീറ്റുകളുടെ വ്യത്യാസം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടന്നിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും BJP പരാജയപ്പെടുകയുണ്ടായി. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മുഖ്യ വിഷയം ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്തേക്ക് ജനകീയ പ്രശ്നങ്ങളാണെന്ന് വന്നില്ലേ ആ തെരഞ്ഞെടുപ്പിൽ.
അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ടാണ് തുടർന്നുള്ള ഘട്ടത്തിലെ ഓരോ തെരഞ്ഞെടുപ്പിനെയും നമുക്ക് വിലയിരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായി ജനവികാരം ഉയർന്നു വരും. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ സഖ്യം പല വിഷയങ്ങളിലും മുന്നോട്ട് പോകുന്നത്. പല ഘട്ടങ്ങളിലും വ്യത്യസ്ത നിലപാടുകളുണ്ടാകാം. പക്ഷേ പാർലമെൻറ്റിലൊക്കെ നമ്മൾ കണ്ടു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത് പ്രതിപക്ഷത്തെ ഗ്യാലറിയിൽ കാണാമെന്നാണ് 17 ലോക്സഭയുടെ ലാസ്റ്റ് ദിവസം അദ്ദേഹം പ്രസംഗിച്ചത്. അല്ലെങ്കിൽ പിന്നെ ചിലർ പറഞ്ഞു ഒരു ബസ്സിനകത്ത് കൊള്ളുന്ന ആളുകളെ ഉണ്ടാകുള്ളൂ എന്ന്. പക്ഷേ ഇന്ന് പാർലമെൻറ്റിൽ ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഉണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ പല വിഷയങ്ങളിലും. ചിലതെല്ലാം അവർക്കിപ്പോൾ വഖഫ് ബോർഡ് ബില്ല് അവർക്ക് JPCക്ക് വിടേണ്ടി വന്നു, ലാറ്ററൽ എൻട്രി അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. അത്തരത്തിൽ ഇപ്പോൾ ലേബർ കോഡ് അടക്കം അവർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ശക്തമായി പ്രതിപക്ഷം സഭയ്ക്കകത്ത് പോരാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായി ഈ അജണ്ടകളെല്ലാം വെച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായി നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാശ്മീരിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞതുപോലെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എങ്ങനെ കിട്ടിയ കാര്യമില്ല ഇവിടെ പറഞ്ഞ് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഒരു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഇല്ലാതാക്കിയത് നമ്മൾ കണ്ടില്ലേ? പാർലമെൻറ്റിനകത്തൊരു നല്ല ചർച്ച നടത്താൻ അംഗങ്ങൾക്ക് അവസരം കൊടുത്തോ? സാധാരണഗതിയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അംഗങ്ങൾക്ക് വിവരം മുൻകൂട്ടി കൊടുക്കുമല്ലോ. ഇത് ശ്രീ അമിത്ഷാ നേരെ വന്ന് കീശയിൽ നിന്നൊരു തുണ്ടുകടലാസ് എടുത്താണ് കാശ്മീരിൻ്റെ പദവി ഞങ്ങൾ എടുത്തു കളയുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കാശ്മീർ എന്ന സംസ്ഥാനം ഇല്ലാതായി, അവരുടെ പദവി ഇല്ലാതാക്കി. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം കാശ്മീരിനെ സംബന്ധിച്ച് അവരുടെ പ്രത്യേക പദവി അവർക്ക് തിരിച്ചു കൊടുക്കും. അതിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കാരണം ശക്തമായിട്ടൊരു അഭിപ്രായം പദവി കൊടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ അഭിപ്രായം CPMൻ്റെ നേതാവുള്ള ശ്രീ തരിഗാമി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലപാട് എന്താണെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കാശ്മീരിനെ സംബന്ധിച്ച് അവർ ഈ സംസ്ഥാനമില്ലാതായി പദവി എടുത്തു കളഞ്ഞ കാശ്മീരിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ എന്തായിരുന്നു അവരുടെ സ്ഥിതി. അവർക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി എന്തെങ്കിലും ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകരോടൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ശരിക്കും അതെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്.